വികേൻ്റെ നാടകവും കഴിഞ്ഞ് വന്ന് കിടക്കാൻ തന്നെ 12:30 1 മണിയോട് അടുത്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ലേശം നേരം വൈകിട്ടാണ് എണീറ്റത്. എന്നിട്ടും കണ്ണ് ശരിക്കും അങ്ങോട്ട് തുറന്നിട്ട് വരുന്നുണ്ടായിരുന്നില്ല. മടി കാരണം രാവിലത്തെ കുളിയും അങ്ങ് നടന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം രാവിലത്തെ ചായ കുടി കഴിഞ്ഞ് പിന്നീട് രണ്ടാമത്തെ ഒരു ചായ കുടിയും കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അതിനിടയിൽ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഗെയിം ലാലോടനും സാൻവിയും കൂടെ കളിക്കുന്നുണ്ട്. ഇന്നെന്താ എല്ലാവരും ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത് എന്താണെന്നല്ലേ, ഇന്ന് നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അല്ല, തലേന്ന് നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ ഇന്നത്തേക്ക് മാറ്റിയതാണ്. പിന്നെ ഞാൻ ലാലോടിനെയും കൂടെ കൂട്ടിയിട്ട് ഏതോ ഒരു പറമ്പിലേക്ക് ഇല മുറിക്കാൻ പോവുകയാണ്. ഇവിടെ വലിയ സൽക്കാരമൊന്നുമല്ല നടക്കുന്നത്, ഞങ്ങൾക്ക് പാത്രം കഴുകാൻ കഴിയില്ലാഞ്ഞിട്ട് കുറച്ച് ഇല മുറിക്കുന്നതാണ്. അപ്പോൾ ബവീച്ചി അമ്മയുടെ ചോറൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി. വസുവിനെ ലാലോട്ടം മാനേജ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണമൊക്കെ തവിട് പൊടിയാക്കും. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, എങ്ങനെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് അത് ബിരിയാണിയിലേക്ക് എത്തും. അങ്ങനെ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ കഴിച്ചു കേട്ടോ. ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി 2 ദിവസത്തെ സെലിബ്രേഷനായിരുന്നു. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അച്ഛൻ നേരത്തെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി കേട്ടോ. അതാണ് ഇതിൽ അച്ഛനെ മിസ്സിങ്. അങ്ങനെ ഇന്നത്തെ വിശേഷം അങ്ങോട്ട് കഴിയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, ബായ്.